ഇപ്പം റംദാൻ മാസമാണ്, എല്ലാവരും നോയമ്പ് എടുക്കുന്നുണ്ട്, എല്ലാവർക്കും എടുക്കാൻ അറിയുകയും ചെയ്യാം. പക്ഷെ ഒരു ന്യൂട്രീഷനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവില് ചെറിയ 2-3 ടിപ്സ് അതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോയമ്പ് തുറക്കുമ്പോൾ അത് ഒരു 2-3 ഡേറ്റ്സിൽ തുടങ്ങുക. പിന്നെ ഒരു വലിയ ബോൾ ഓഫ് വാം സൂപ്പ്. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ബാക്കിയുള്ള ഫുഡ് അക്സെപ്റ്റ് ചെയ്യാൻ ഒന്ന് പ്രിപ്പയർ ആവും ഒരുപാട് ലോങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിങ്ങിന് ശേഷം. പിന്നെ പ്രോട്ടീന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോട്ടീന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് പീരീഡിൽ കുറച്ചുകൂടെ എനർജി ലെവൽസ് ഹൈ ആയിട്ട് നിൽക്കും. 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ ഷുഗർ ജ്യൂസസ് ഇത് കുടിക്കാതിരിക്കുക, ഏറ്റവും നല്ലത് അതാണ്. ഒരു പ്ലേറ്റ് നിങ്ങളിപ്പോൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു 30% പ്രോട്ടീൻ, ഒരു 30% കാർബ്, പിന്നെ ഒരു 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. കാർബ് എന്ന് പറയുമ്പോൾ സിമ്പിളും ഉണ്ട്, കോംപ്ലക്സും ഉണ്ട്. സിമ്പിൾ കാർബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസും വൈറ്റ് റൈസും ഒക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് വിശപ്പ് നിൽക്കും, എനർജി ലെവൽസ് കൂടും, പക്ഷെ ഭയങ്കരമായിട്ട് ഫീൽഡിൽ ഡിപ്പും ഉണ്ടാവും. അതിന് പകരം കോംപ്ലക്സ് കാർബ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കും. അതായത് ലെന്റിൽസ് ആൻഡ് ലെഗ്യൂംസ്, ബ്രൗൺ റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അതെന്ന് പറയുമ്പോൾ സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കും എനർജി ലെവൽ. അങ്ങനെ കഴിക്കുക. പിന്നെ ഇറച്ചി കഴിക്കുക, മുട്ട കഴിക്കുക, മീൻ കഴിക്കുക. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കാം, ചിയാ സീഡ്സ് ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ്സിൽ ഒരു 2 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കുടിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ദാഹം കുറഞ്ഞിരിക്കും. കാര്യം അതിൽ 1 പ്രോട്ടീൻ ഉണ്ട്, 2 ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യും. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും റംസാൻ ആശംസകൾ. ദിസ് ഇസ് മനീഷ ഫ്രണ്ട്ലി ന്യൂസ്.